ദിവസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം ഇതിന്റെ 1-ാമത്തെ വാക്യം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റ് അടിപ്പിച്ചു, വെള്ളം നിലച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ തിരുവെഴുത്ത് ഭാഗം നമ്മൾ പലപ്പോഴും വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളതും അനവധി മെസ്സേജുകൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഹല്ലേലൂയ. അപ്പം ജലപ്രളയത്തിലുള്ള ബന്ധത്തിൽ 40 ദിവസമാണ് ഭൂമിയിൽ മഴ പെയ്തെങ്കിലും 150 ദിവസം ഹല്ലേലൂയ വെള്ളം ഉയർന്നുകൊണ്ടിരുന്നു. തുടർന്ന് ഏകദേശം 2.5 മാസം കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം പെട്ടകം അർമേനിയയിലുള്ള അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. ഈ പർവ്വതത്തിന് ഏകദേശം ഹല്ലേലൂയ 5026 മീറ്റർ എന്ന് പറഞ്ഞാൽ 17,500 അടി ഉയരമുണ്ടെന്നുള്ളതാണ്. ഇത് ടർക്കിയിലാണെന്നാണ് പറയുന്നത്. പ്രൈസലോ. ഹല്ലേലൂയ. അങ്ങനെ ദൈവം നോഹയുടെ കുടുംബത്തെയും പെട്ടകത്തിലുള്ള സകല മൃഗങ്ങളെയും ഹല്ലേലൂയ സകല ജീവികളെയും ദൈവം ഓർത്തു എന്നുള്ളതാണ്. പ്രളയം വരുത്തിയെങ്കിലും നീതിമാനായ നോഹയും കുടുംബത്തെയും ദൈവം ഒരിക്കലും തള്ളിക്കളയാതെ മറന്നു പോകാതെ അവയെ ഓർത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ഭൂമിയിലുണ്ടായിരുന്ന സകല ദുഷ്ടന്മാരും ആ കാലഘട്ടത്തിലുള്ള സകല ജനങ്ങളും നോഹ പെട്ടകം പണിയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അത് കേട്ടിട്ട് അംഗീകരിക്കാതെ നോഹയോട് അഥവാ ദൈവത്തോട് മറുതലിച്ചു നിന്ന സകല ജനത്തെയും വെള്ളത്താൽ മുക്കിക്കളഞ്ഞപ്പോൾ, പ്രളയത്താൽ മുക്കിക്കളഞ്ഞപ്പോൾ നോഹയും നോഹയുടെ കുടുംബത്തെയും പരിപാലിച്ചൊരു ദൈവമാണ്. ഭൂമിയിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും അവർക്ക് ഭൂമിയിലേക്ക് കാലുകുത്തി ഭൂമിയിൽ കൃഷികൾ ചെയ്ത് കുടുംബമായി ജീവിക്കുവാൻ, പ്രമാണം വീണ്ടും പുതുക്കി കൊടുക്കുവാൻ ദൈവം അവരെ ഓർത്തു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർത്തു വയ്ക്കുക. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഭൂമിയിൽ എന്നെ നിങ്ങളെയൊക്കെ ഓർക്കുന്ന ഒരു ദൈവമില്ലേ? നമ്മളെ മറന്നു പോകുന്ന ദൈവമല്ല ഒരിക്കലും. ഞാനും നിങ്ങളും ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും, ഏത് പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നാലും, ജീവിതത്തിൽ എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും, വെല്ലുവിളികൾ വന്നാലും നാം ഒരിക്കലും തകർന്നു പോകരുത്. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. ഒരിക്കലും നമ്മെ കൈവിട്ട് കളയുന്ന ദൈവമല്ല നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന കർത്താവായ യേശുക്രിസ്തു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നോഹയുടെ പെട്ടകത്തെ നമുക്കല്പം ഹല്ലേലൂയ അതൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ, ഈ ബ്രഹ്മാണ്ഡമായ പെട്ടകത്തെ ദൈവം സൃഷ്ടിക്കുവാൻ ദൈവം പറഞ്ഞപ്പോൾ നോഹ എന്ന് പറയുന്ന മനുഷ്യൻ വിശ്വാസത്തോടു കൂടി അത് ചെയ്തെന്നുള്ളതാണ്. പ്രൈസ്. അന്ന് ഭൂമിയിൽ ഒരുപാട് ജനമുണ്ട്. പക്ഷെ അവരിൽ എല്ലാവരെക്കാളും നീതിമാനായിട്ട് തെരഞ്ഞെടുത്ത നോഹയോടാണ് ദൈവം പറയുന്നത്, ദൈവം കാണിച്ച മാതൃക പ്രകാരം ഈ ബ്രഹ്മാണ്ഡമായ പെട്ടകത്തെ നിർമ്മിക്കാൻ. നോഹ ആ വാക്കിനെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ഒരു ഇതിരും പറയാതെ, അതിനോട് മറുതലിക്കാതെ പെട്ടകത്തിന്റെ പണി ആരംഭിക്കുക. ഹല്ലേലൂയ. വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ നോഹ വിവരിച്ചു കാണും. പ്രൈസ്. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, ദൈവം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് ചെയ്യണം. പ്രൈസ്. ദൈവത്തിന്റെ ദാസന്മാർ, ദൈവദാസന്മാർ, സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിച്ച ദൈവത്തിന്റെ അഭിഷക്തന്മാർ നിങ്ങളോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കുമ്പോൾ നിങ്ങൾ ആലോചന തിരസ്കരിച്ച് കളയാതെ, തള്ളിക്കളയാതെ ആലോചന ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ അല്ലെങ്കിൽ അത് പ്രായോഗികമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. പ്രൈസ്. പലരും ദൈവത്തിന്റെ ആലോചന കേൾക്കുമ്പോൾ അതിനെ തിരസ്കരിച്ച് കളയും, തള്ളിക്കളയുന്നതുകൊണ്ട് പിന്നത്തേതിൽ അവർക്ക് വലിയ ശാപത്തിനും പാപത്തിനും രോഗത്തിനും വലിയ പ്രതികൂലമായ സാഹചര്യത്തിന് കാരണമാകും. പ്രൈസ്. എന്നാൽ ദൈവം നമ്മോട് പറയുന്ന ആലോചന നമ്മൾ സ്വീകരിച്ചത് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിന്റെ മുമ്പിൽ പ്രതികൂലമായിരുന്നാലും അനുകൂലമായിരുന്നാലും അതിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം നമ്മെ ശക്തനാണ്. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ,
വലിയ പ്രതികൂലത്തിന്റെ നടുവിലാണോ നീ കടന്നു പോകുന്നത്? വലിയ പ്രതിസന്ധികളെയാണോ നേരിടുന്നത്? ആ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നെ കൈവിട്ട് കളയാതെ നിന്നെ സൂക്ഷിക്കുവാൻ, നിന്നെ പരിപാലിക്കുവാൻ ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ബ്രഹ്മാണ്ഡമായ പെട്ടകത്തെ പണിയുവാൻ വേണ്ടിയിട്ട് ദൈവം നോഹയ്ക്ക് കൽപ്പന കൊടുത്തപ്പോൾ അതിനോട് ഏറ്റവും സന്തോഷപൂർവമായ ഒരു നല്ല സമീപനമാണ് നോഹ കാണിച്ചത്. അത് നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് നല്ല സമീപനം കാണിക്കണം. നല്ല സമീപനം കാണിച്ചുകൊണ്ട് പണി എത്ര വലുതായിരുന്നാലും അത് നമുക്ക് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ദൃഢവിശ്വാസമാണ് വിശ്വാസത്തെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നോഹ ഇതിനു മുമ്പ് പെട്ടകമൊന്നും പണിതുള്ള ശീലമില്ല, പെട്ടകം പണിതിട്ടുമില്ല. യഹോവയായ ദൈവം അവന് കൊടുത്ത ദർശനമാണ്. പക്ഷെ ആ വലിയ പണിയെ താൻ ഏറ്റെടുക്കുവാനുള്ള തന്റെ ആ മനക്കരുത്ത് എത്ര വലുതാണ്, തന്റെ ആ ധൈര്യം എത്ര വലുതാന്ന് ചിന്തിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ്. അത് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നമുക്ക് നല്ല മനക്കരുത്തോടു കൂടി ദൈവസേന നിൽക്കണം. കർത്താവ് പറയുന്ന കാര്യങ്ങളെ അത് ഏറ്റെടുത്ത് ചെയ്യുവാനുള്ള ഉറപ്പ്, സമർപ്പണമാണ് ആവശ്യം. ഈ നോഹ എന്ന പറയുന്ന മനുഷ്യൻ ഈ പെട്ടകത്തെ വിശ്വാസത്തോടുകൂടി പണിയുക. പ്രൈസ് ദി ലോർഡ്. അപ്പം ഈ പണി മുഴുവൻ നമ്മുടെ കർത്താവ് നോക്കുന്നുണ്ടായിരിക്കാം. നോഹ പെട്ടകത്തിന്റെ ഓരോ പണികൾ ചെയ്യുമ്പോഴും അതൊക്കെ സസൂക്ഷ്മം ശ്രദ്ധിക്കുന്ന കർത്താവ് ഉണ്ടായിരിക്കാം. കാണും ദൈവമുണ്ട്, ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടല്ലോ. അതുകൊണ്ടാണ് 32 സങ്കീർത്തനം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് പറയുന്നത്. അപ്പൊ നോഹയുടെ മേലും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ സമയാസമയങ്ങളിൽ കൊടുത്ത് പെട്ടകത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ, പെട്ടകത്തിന് ദോഷം വരാതെ, കേടുപാട് വരാതെ, വെള്ളം കയറാതെ ആ പെട്ടകത്തിനകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന സകല കാര്യാദികൾ ഉൾക്കൊള്ളിക്കത്തക്ക നിലയിൽ നോഹ അത് പണിതുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ പുതിയ നിയമസഭയോട് പറയട്ടെ, ഈ കൃപായുഗത്തിൽ, ഈ സഭായുഗത്തിൽ ഞാനും നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന പണികൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, സുവിശേഷീകരണം വിശ്വാസത്തോടുകൂടെ ചെയ്യണം. വിശ്വാസത്തോടുകൂടി നാം അത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മുടെ പേരിൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. ലേരിയ നോഹ ബ്രഹ്മാണ്ഡമായ ഒരു പെട്ടകത്തെയാണ് പണിത്. അല്ലേരിയ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മഹാരാജ്യത്തെയാണ്, ഈ ലോക രാജ്യങ്ങളെ. അല്ലേരിയ 7 ഭൂഖണ്ഡങ്ങളെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുക. 7 ഭൂഖണ്ഡങ്ങളിൽ കിടക്കുന്ന ജനത്തെയും അല്ലേരിയ ആ ജനത്തിന്റെ ജീവിത സാഹചര്യങ്ങളെയും അറിയുന്നവൻ ദൈവമാണ്. ആ ജനത്തെ പാപത്തിന് വിടുവിച്ച് പണിതെടുത്ത് ദൈവസന്നിധിക്ക് കൊണ്ടുവരുവാനുള്ള വലിയൊരു ദൗത്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലേലിയ നാം അത് ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കണം. സുവിശേഷം ലോകമെമ്പാടും പറയാൻ നമുക്ക് കഴിയണം. അല്ലേലിയ. അപ്പൊ ഈ ബ്രഹ്മാണ്ഡമായ പെട്ടകത്തെയും നോഹ വിശ്വാസത്തോടുകൂടി പണിയുക. 1000 പേർക്ക് ഒരുപക്ഷെ അതിൽ വസിക്കാൻ സ്ഥലമുണ്ടായിരിക്കാം. ആയിരക്കണക്കിന് ജനങ്ങൾ അതിനകത്ത് വസിക്കാൻ സ്ഥലമുണ്ടായിരിക്കാം. അല്ലേലിയ. സ്തോത്രം. മനുഷ്യനോ ദൈവത്തിന്റെ അല്ലേലിയ ശബ്ദത്തിന് ചെവി കൊടുത്തതേയില്ല. അല്ലേലിയ. അപ്പൊ ആയിരക്കണക്കിന് ജനത്തിന് കയറി പാർക്കുവാൻ കഴിയുന്ന ഒരു പെട്ടകമാണ് നോഹ പണിയുന്നതെങ്കിലും നോഹയുടെ പ്രസംഗത്തിന് അഥവാ ദൈവത്തിന്റെ വചനത്തിന് അന്നത്തെ മനുഷ്യൻ ചെവി കൊടുത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നും അത് തന്നെയാണ്. ഈ ലോകത്തിൽ കിടക്കുന്ന ജനത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി സുവിശേഷം ഞാനും നിങ്ങളും അറിയിക്കുമ്പോൾ, ലോകയെ പോലെ വിളിച്ചറിയിക്കുമ്പോൾ, നമ്മൾ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സുവിശേഷം എന്ന് പറയുന്ന സത്യത്തെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ, നോഹയുടെ കാലത്ത് എന്ന് പറഞ്ഞ പോലെ അതിന് ചെവി കൊടുക്കാൻ ജനത്തിന് കഴിയുന്നില്ല. അന്ന് ചെവി കൊടുക്കാൻ കഴിയാത്ത പോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം വിളിച്ചു പറയുന്ന സുവിശേഷത്തിന് ചെവി കൊടുക്കാൻ കഴിയാതെ ഒരു കൂട്ടം ജനം മാറി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ പെട്ടകത്തിനകത്ത് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് കൊള്ളാം. നോഹയുടെ വാക്ക് കേട്ട് ജനം അത് അനുസരിച്ചെങ്കിൽ ആ പെട്ടകത്തിനകത്ത് സുരക്ഷിതമായിട്ട് ജനത്തിന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ ജനം മറുതലിച്ചു. ഇപ്പോഴും കണ്ടോ, നമ്മൾ സുവിശേഷം അറിയിക്കുമ്പോൾ ചെവി കൊടുക്കാതെ ജനം മറുതലിച്ചു എന്ന് വരുന്നത് കാണത്തില്ലേ? നോഹ പണിത പെട്ടകത്തിന് ആയിരക്കണക്കിന് ജനങ്ങൾ കയറുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുന്ന ദൈവരാജ്യത്തിൽ ഈ ഭൂമിയിലുള്ള കോടാനുകൂടി ജനത്തിനും വസിക്കുവാനുള്ള ഇടമുണ്ട്.
ആ വസിക്കുവാനുള്ള ഇടം ദൈവം ഒരുക്കിയിട്ടാണ് ദൈവം നമ്മോട് പറയുന്നത് ഈ ലോകത്തോട് സുവിശേഷം വിളിച്ചു പറയുവാൻ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിലേക്ക് അനേകരെ ഒരുക്കിയെടുക്കുവാൻ. പക്ഷെ നാം അത് വിളിച്ചു പറയുമ്പോൾ ജനം അതിനോട് തിരസ്കരിക്കുക. പക്ഷെ ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമയമായി. ശ്രോതായി, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, സുവിശേഷത്തെ നീ തള്ളിക്കളയുമ്പോൾ, സുവിശേഷത്തോട് നീ മറുതലിക്കുമ്പോൾ, ദൈവവചനത്തോട് നീ മറുതലിക്കുമ്പോൾ, ദൈവനാമത്തോട് നീ മറുതലിക്കുമ്പോൾ, ആമീൻ, ദൈവം അയച്ച ദൈവത്തിന്റെ ദാസിദാസന്മാർ മറുതലിച്ച് അവരെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഓർത്തോണം, ദൈവത്തിന്റെ ന്യായവിധിയുടെ കരം നിന്റെ മേൽ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. ഹല്ലേലൂയ. അന്നെന്ത് ചെയ്തു ജനം? ആമീൻ ദൈവവചനത്തിൽ ചെയ്തു കൊടുത്തില്ല. സുരക്ഷിതമായ പെട്ടകത്തിൽ വന്ന് കയറിയതുമില്ല അന്നത്തെ ജനം. ആ ജനം എന്ത് ചെയ്തു? സുരക്ഷിതമായ പെട്ടകത്തിൽ വന്ന് കയറിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും അതല്ലേ ജനം ചെയ്യുന്നേ? നാം ഈ സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഈ ജനത്തിന്റെ സുരക്ഷിതമായ സങ്കേതമായ ആശ്രയമായിരിക്കുന്ന ആശ്വാസമായിരിക്കുന്ന ആ ദൈവസന്നിധിയിലേക്ക് ജനം കടന്നു വരാതെ, ആ ദൈവരാജ്യത്തിലേക്ക് ജനം പ്രവേശിക്കാതെ, ദൈവസഭയ്ക്കകത്തേക്ക് ജനം കടന്നു വരാതെ ഇന്നും മറന്നിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പെട്ടകത്തിനകത്ത് നീ കയറിയാൽ അത് നിനക്ക് സുരക്ഷിതമായിരുന്നു. പഴയ നിയമത്തിനോട് ചിന്തിക്കും, പുതിയ നിയമത്തിനോട് പറയട്ടെ, ഈ പെട്ടകമാകുന്ന പുസ്തകം നീ എടുത്താൽ ദൈവരാജ്യത്തിനകത്തേക്ക് നീ കടന്നു വരിക നീ ആഗ്രഹിച്ചാൽ ആമേൻ നിനക്ക് സുരക്ഷിതമായ ഒരു അനുഭവത്തെ ദൈവത്തിന് പ്രൈസറോ. അല്ലെങ്കിൽ ലോകം നിനക്കൊരിക്കലും ഒരു സുരക്ഷിതത്വം തരത്തില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? എന്നാൽ മനുഷ്യർക്കില്ലാത്ത ശ്രേഷ്ഠമായ ഒരു ഉണർവ് ആ കാലഘട്ടത്തിൽ മൃഗങ്ങൾക്കുണ്ടായി. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യർക്കില്ലാത്തൊരു ഉണർവ് മൃഗങ്ങൾക്കും ഒക്കെ ഉണ്ടായി. എന്താണ് മൃഗങ്ങൾക്കുണ്ടായി എന്ന് പറഞ്ഞാൽ, ആണും പെണ്ണുമായി ഈ രണ്ട് ജോഡി നോഹയുടെ പെട്ടകത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം കൽപ്പന കൊടുത്തത് പ്രകാരം നോഹ പണിത പെട്ടകത്തിനകത്ത് ഭൂമിയിലെ സകല മൃഗങ്ങളിലും പക്ഷികളിലുമൊക്കെ ഈ രണ്ട് ജോഡി അതിനകത്ത് നിന്ന് കയറി. കാരണം മൃഗങ്ങൾക്കുണ്ടായ ഉണർവെങ്കിലും അന്നത്തെ ജനത്തിനുണ്ടായിരുന്നെങ്കിൽ എത്രയോ ജനങ്ങൾ പ്രളയത്തിൽ രക്ഷപ്പെട്ടേനെ. ഹല്ലേലൂയ. ഇന്നും അത് തന്നെയാണ് ശ്രോതാവെ ദൈവത്തിന് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ വിളിച്ചു പറയുന്ന സുവിശേഷം കേട്ട് നീ അത് മനസ്സിലാക്കുന്നെങ്കിൽ, അത് പരിജ്ഞാനത്തോട് നീ സ്വീകരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിനക്കൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ, മൃഗങ്ങൾക്ക് ഹല്ലേലൂയ അത്രമാത്രം സുരക്ഷിതത്വം കിട്ടിയെങ്കിൽ ജനം എന്ത് ചെയ്തു? ഹല്ലേലൂയ, വെള്ളത്താൽ നശിക്കുകയും ചെയ്തു. പ്രൈസ്. അത് കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ സഭയെ ചേർക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, സുവിശേഷം അനുസരിക്കാത്ത നിങ്ങൾക്കെല്ലാം, സുവിശേഷത്തോട് മറുതലിച്ച് നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം കടുത്ത വേദനയുടെ അനുഭവമായിരിക്കും. രക്തക്ഷയം. പ്രൈസ്. അതുകൊണ്ട് ഈ പെട്ടകം നിങ്ങളുടെ മുമ്പിൽ സദാസമയം നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ കടന്നു വന്ന സുവിശേഷത്തിൽ വിശ്വസിച്ച് താങ്കൾ സുരക്ഷിതനായി മാറണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ അതിനുശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. എല്ലാ മൃഗങ്ങളും പക്ഷിപറഞ്ഞാതിൽ 7 ജോഡി ഹല്ലേലൂയ പെട്ടകത്തിൽ കയറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? പ്രളയം ആരംഭിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈ രണ്ട് ആണും പെണ്ണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. ഹല്ലേലൂയ. എല്ലാം പെട്ടകത്തിനകത്ത് പക്ഷിമൃഗജാതികളെല്ലാം ആണും പെണ്ണുമായി ഈ 2 ജോഡി പെട്ടകത്തിൽ വന്ന് കയറി. ഹല്ലേലൂയ. അവിടെ നമ്മൾ ചിന്തിക്കുന്നത് സ്വതന്ത്രം ഹല്ലേലൂയ 7 ദിവസം ഹല്ലേലൂയ സമയം കൊടുക്കുന്നുള്ളതാണ്. 7 ദിവസം കഴിഞ്ഞാണ് ഹല്ലേലൂയ സ്തോത്രം ഭൂമിയിൽ ജലപ്രളയം ആരംഭിക്കുന്നത്. എന്നിട്ടും ആ മനുഷ്യന് മാനസാന്തരം വന്നില്ല. നോഹ പണിത പെട്ടകത്തിലേക്ക് ഈ കാണുന്ന പക്ഷിമൃഗജാതി ഇഴജാതികളെല്ലാം വന്ന് കയറുന്നത് കണ്ടിട്ടും അന്നത്തെ ജനത്തിന് മാനസാന്തരം വന്നില്ലെന്ന്. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് ഓർത്തു നോക്കി, നാം വിളിച്ചു പറയുന്ന സുവിശേഷ സത്യം അനുസരിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ സഭയ്ക്കകത്തേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കൂട്ടം ജനം ഇന്നും മറുതലിച്ച് മാറി നിൽക്കുക. അതെ, ഈ പെട്ടകത്തിൽ നീ വന്നാൽ, ഈ പെട്ടകത്തിനകത്ത് നീ ആശ്രയം പ്രാപിച്ച നീ സുരക്ഷിതനാ. എന്നാൽ പെട്ടകത്തിന് പുറത്തു നിൽക്കുന്നതിന്റെ മേൽ അന്ന് പ്രളയം വന്നതുപോലെ നിന്റെ മേൽ ഒരു ന്യായവിധി വരാൻ സമയമായി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ,
പെട്ടകത്തിന് പുറത്ത്, ദൈവരാജ്യത്തിന് പുറത്താണോ നീ? ദൈവസഭയ്ക്ക് പുറത്താണോ? രക്ഷയുടെ പുറത്താണോ? മാനസാന്തരത്തിന് പുറത്താണോ അല്ലെങ്കിൽ നീ നിൽക്കുന്നതെങ്കിൽ നിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാൻ സമയമായി. കർത്താവ് നിനക്ക് സമയം തരുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവം സമയം തരുന്നുണ്ട്, നിങ്ങളിന്ന് മടങ്ങി വരാൻ വേണ്ടി. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വാങ്ങി. നോഹയുടെ പെട്ടകം, ഹല്ലേലൂയ, ചില മൃഗസംരക്ഷണ കേന്ദ്രം പോലെ അന്നൊരു പക്ഷെ കണക്കാക്കിയേക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ മൃഗശാലകളൊക്കെ കാണുന്നുണ്ടല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഒരുപാട് മൃഗശാലകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നോഹ പെട്ടകം പണിത് കഴിഞ്ഞ് ഭൂമിയിലുള്ള സകല ഇഴജാതികളും പക്ഷിമൃഗജാതികളെല്ലാം ഇരട്ടി കൂടി ഒന്ന് വേറെ ഇപ്പം ജനം ഓർത്ത് കാണും ഇത് വല്ല മൃഗസംരക്ഷണ കേന്ദ്രം വല്ല ആയിരിക്കും. അല്ലേ? അന്നത്തെ കാലഘട്ടത്തിൽ നോഹയുടെ പെട്ടകത്തെ മൃഗസംരക്ഷണശാലയാണെന്ന് ചിന്തിച്ച് മാറി നിന്നവരും കളിയാക്കിയവനും പരിഹസിച്ചവനും ഒക്കെ പിന്നീട് ഭൂമിയിൽ ഇല്ലെന്ന്. അവരെല്ലാം വെള്ളത്തെ നശിച്ചു പോയി. ലേലിയ അത് നല്ലൊരു സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവേ, നിനക്ക് രക്ഷയ്ക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന വാതിലുണ്ട് കേട്ടോ. നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി, രക്ഷ പ്രാപിക്കാൻ വേണ്ടി, രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ആമി വാതിലുണ്ട്. ആമി ഇന്ന് പകൽ നീ ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ നിനക്ക് രക്ഷ സൗജന്യമാണ്. അതെ, നോഹയുടെ അല്ലെങ്കിൽ പെട്ടകത്തിലേക്ക് ജനം വന്ന് കയറിയതുപോലെ, അല്ലെ അടുമാടുകൾ വന്ന് കയറിയതുപോലെ, അല്ലേ നീ പെട്ടകത്തിലേക്ക് വരാൻ തയ്യാറാണ്. സ്വതം. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-20 വാക്യം വരുന്നത്, ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വരികയും അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ ഭക്ഷണം താഴെ കഴിക്കും എന്നൊക്കെ പറയുന്നത്. അതെ, സ്വർഗരാജ്യത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന്റെ വാതിൽ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നു. നിന്റെ ഹൃദയവാതിൽ യേശു വന്ന് മുട്ടുകയാണ്. നീ വാതിൽ തുറന്നു കൊടുത്താൽ യേശു നിന്റെ ഹൃദയത്തിനകത്ത് വസിക്കുമെന്ന് നിനക്ക് ദൈവരാജ്യത്തിലും വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ നോഹയുടെ പെട്ടകത്തിനകത്ത് ആയിരക്കണക്കിന് ജനത്തിന് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ അവർ അതിനോട് മറുതരിച്ചു. ഇന്നും നോക്കിയ ദൈവസഭയിലേക്ക് കടന്നു വന്ന് ഈ ഭൂമിയിലുള്ള കോടാനുകോടി ജനത്തിന് രക്ഷപ്പെടാൻ അവസരമുണ്ട്. ഹല്ലേലൂയ. വരാൻ പോകുന്ന ന്യായവിധി നിന്ന് മോക്ഷം പ്രാപിപ്പാൻ, വരാൻ പോകുന്ന ന്യായവിധി രക്ഷ പ്രാപിക്കാൻ അവസരമുണ്ട്. ദൈവം അതിനുള്ള വഴികൾ മുഴുവൻ തുറന്നിരിക്കുകയാണ്. ഭൂമിയുടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ ദാസിദാസന്മാരെ നീ അയച്ച് ഈ സുവിശേഷം ലോകമെമ്പാടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ, രക്ഷയുടെ വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത് ദൈവസഭയിൽ വിളിച്ചു പറയുക. അതുകൊണ്ടാണ് അപ്പോസ്തലർ 4:12 വായിക്കുന്ന, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. മനുഷ്യങ്ങനെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി പല നാമങ്ങൾ അന്വേഷിച്ച് നടക്കുക. ഇതുവരെയും അവന് രക്ഷ പ്രാപിച്ചിട്ടില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമം മാത്രമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തോട് നീ മറുതലിച്ച് നിൽക്കാതെ, സുവിശേഷം നീ എതിർത്ത് നിൽക്കാതെ, നീ സുവിശേഷത്തെ മറ്റുപിടിക്കാതെ, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നെങ്കിൽ, നിന്റെ ഹൃദയം യേശുവിനെ നീ തുറന്നു കൊടുക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ആ നിത്യമായ രാജ്യത്ത്, ദൈവിക രാജ്യത്ത് നിനക്ക് സന്തോഷം പ്രാപിക്കാൻ കഴിയും. രക്തം ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കും കാണുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ നോഹയുടെ പെട്ടകം ചില മൃഗസംരക്ഷണ കേന്ദ്രം പോലെ കണക്കാക്കുമായിരിക്കുക. എന്നാൽ ആമൻ നോഹയ്ക്കും നോഹയുടെ മക്കൾക്കും അത് സുരക്ഷിത സ്ഥാനമായിരുന്നു. ഹല്ലേലൂയ. അന്നത്തെ കാലത്ത് ജനം നോഹയുടെ പെട്ടത്തെ മൃഗസംരക്ഷണ കേന്ദ്രമായിട്ട് ചിന്തിച്ചെങ്കിൽ നോഹയ്ക്കും നോഹയുടെ മക്കൾക്കും ഭാര്യയ്ക്കും മരുമക്കൾക്കും എന്ത് ചെയ്തു? അതവരുടെ സങ്കേതമായി മാറി, അവരുടെ ആശ്വാസമായി മാറി, അവരുടെ രക്ഷയായി മാറി. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഈ വചനത്തെക്കുറിച്ച് വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ആമി കോടാനുകോടി വർഷങ്ങൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നാം ചിന്തിച്ചു കഴിയുമ്പോൾ, ഈ ഭൂമിയുടെ അവസ്ഥകളെ കുറിച്ച് നാം ചിന്തിച്ചു കഴിയുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ വേദപുസ്തകത്തിനകത്ത് പല മർമ്മങ്ങളും രഹസ്യങ്ങളും അടങ്ങി ആമി കിടക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഈ 6000 ചില്ലുവാനും വർഷത്തിനിടയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരത്തെ നിങ്ങൾ നിഷേധിച്ച് കളയരുത്. പ്രൈസറോ. ദൈവം നിങ്ങൾക്ക് തന്ന സമയത്തെ നിങ്ങൾ നിഷേധിച്ച് കളയാൻ നിങ്ങൾ ഓടി വന്ന് ഈ പെട്ടകത്തിൽ സുരക്ഷിതമായി മാറണം. പ്രൈസറോ. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വാചകം വായിക്കുന്നു, 1000 വർഷ ഭരണത്തിൽ ലോകം എങ്ങനെയായിരിക്കുമെന്ന് ആമി ഒരു മുന്നടയാളമാണ് ഈ പെട്ടകത്തിനകത്തെ സകല മൃഗജാതികളും പക്ഷിപർവ്വജാതികളും ഒന്നിച്ചുള്ള വാസം എന്ന് പറയുന്നത്. പറഞ്ഞാല് കർത്താവ് തന്റെ സഭയെ എടുക്കും,
കർത്താവിന്റെ സഭയെ എടുത്തു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അന്തിക്രിസ്തുവിന്റെ ഭരണം വരും. സ്തോത്രം, അന്തിക്രിസ്തുവിന്റെ ഭരണം കഴിയുമ്പോൾ നമ്മുടെ കർത്താവും വിശുദ്ധന്മാരുടെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് ഭൂമിയിലേക്ക് വരും. ഈ 1000 ആണ്ട് വാഴ്ച കാലഘട്ടത്തിൽ ഹല്ലേലൂയ ഭൂമിയിലുള്ള ഹല്ലേലൂയ സകല മൃഗങ്ങളും ഹല്ലേലൂയ മനുഷ്യരും കൂടെ എങ്ങനെ ആയിരിക്കും എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പാണ് നോഹയുടെ പെട്ടകത്തിനകത്ത് നോഹയും കുടുംബവും ഇത്രമാത്രം മൃഗവും കൂടെ അതിനകത്ത് വസിച്ചതിന്റെ കാരണം. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം, പെട്ടകത്തിൽ മൃഗങ്ങൾ പരസ്പരം ശണ്ട കൂടാതെ തങ്ങളുടെ ദുഷ്ടതകളെല്ലാം മറന്ന് ഉള്ളത് പറഞ്ഞ് സഹോദര സ്നേഹത്താൽ ജീവിച്ച് ഹല്ലേലൂയ വെളിയിൽ 40 ദിവസം രാത്രിയും പകലും മഴ പെയ്തുകൊണ്ടിരിക്കുക. ഉയർന്ന മലകളെല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഭൂമിമേൽ 150 ദിവസം ദിവസം ജലം പ്രവഹിച്ചുകൊണ്ടിരുന്നു. അപ്പൊ പല മൃഗങ്ങൾക്കും പല സ്വഭാവങ്ങളാണ്. ഹല്ലേലൂയ പെട്ടകത്തിൽ കയറി ആനയുടെ സ്വഭാവമായിരിക്കത്തില്ല സിംഹത്തിന്റെ സ്വഭാവം, സിംഹത്തിന്റെ സ്വഭാവം ആയിരിക്കത്തില്ല പുലിയുടേത്, പുലിയുടേതായിരിക്കില്ല കരടിയുടേത്, കരടിയുടേതായിരിക്കില്ല കടുവയുടേത്. അങ്ങനെ എല്ലാത്തിനും വ്യത്യസ്ത സ്വഭാവങ്ങളാണ്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുള്ള സകല മൃഗങ്ങളും പെട്ടകത്തിനകത്ത് ശണ്ടയിടാതെ വഴക്ക് കൂട്ടാതെ ഒരു കുടുംബത്തിനകത്ത് സഹോദരങ്ങൾ എങ്ങനെ വസിക്കുന്നു അതുപോലെ വസിക്കുവാൻ നോഹയുടെ പെട്ടകത്തിനകത്ത് ദൈവം അവസരം കൊടുത്തെങ്കിൽ ഹല്ലേലൂയ വരാൻ പോകുന്ന 1000 ആണ്ട് വാഴ്ചയിലുണ്ടല്ലോ രക്തം ചെയ്യും. മനുഷ്യനും മൃഗങ്ങളുമെല്ലാം ഇതുപോലെ ശണ്ടയിടാതെ കലഹം കൂടാതെ അവർ ഒന്നിച്ച് വാഴുമെന്ന് ഒന്നിച്ച് ജീവിക്കുമെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ ഞാനൊരു ഭക്തൻ എഴുതിയ പുസ്തകം വായിച്ചപ്പോൾ എന്നെ വളരെ അത് സ്വാധീനിച്ചു. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാലോ അപ്പോൾ ഭൂമിയിൽ ഹല്ലേലൂയ മഴ പെയ്തു എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നോഹയെ മാത്രമല്ല പെട്ടകത്തിൽ ഉണ്ടായിരുന്ന സകല കാട്ടുമൃഗങ്ങളെയും സകല നാട്ടുമൃഗങ്ങളെയും ഓർത്തുന്നാണ്. ഹല്ലേലൂയ ദൈവം പ്രളയം തുടങ്ങിയപ്പോൾ പെട്ടകത്തിനകത്തുള്ള നോഹയുടെ കുടുംബത്തെയും മാത്രമല്ല സകല കാട്ടുമൃഗങ്ങളെയും നാട്ടുമൃഗങ്ങളെയും യഹോവയായി ദൈവം ഓർത്തു. അതിന്റെ ഉൽപ്പത്തി പുസ്തകം 1:8 അതാ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 8:1 അതാ വായിക്കുന്നത്. ദൈവം ഒരിക്കലും നമ്മെ മറന്നു കളയില്ല. ദൈവം ഒരിക്കലും നമ്മെ മറന്നു കളയത്തില്ല. നാം ദൈവത്തെ മറന്നു പോയാലും നാം ദൈവത്തോട് മറുതിരിച്ചാലും ഒരിക്കൽ പോലും നമ്മെ മറന്ന് കളയാത്തവനാ ദൈവം. ഹല്ലേലൂയ ഓർത്തു നോക്കി, ദൈവം നമുക്ക് എത്രയെത്ര ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്, എത്രയെത്ര നന്മകൾ ചെയ്തിട്ടുണ്ട്, എത്രയെത്ര അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയെത്ര സന്തോഷത്തിന്റെ അനുഭവങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് നാം പലപ്പോഴും ദൈവത്തെ മറന്നു പോകാറല്ലേ? എന്നാൽ നാം ദൈവത്തെ മറന്നാലും ഒരിക്കലും നമ്മെ മറക്കാത്തവനാ ദൈവമെന്ന് നോഹയോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അവൻ നമ്മെ കണ്ണും കരുത്തുമായി കാത്തു സൂക്ഷിക്കുന്നു. ഹല്ലേലൂയ ദൈവം നമ്മെ കണ്ണും കരുത്തുമായി കാത്തു സൂക്ഷിക്കുന്നു. നമ്മെ ഓർത്ത് അത്ഭുതങ്ങളെ ചെയ്ത് ദൈവം നമ്മെ പരിപാലിക്കുന്നു. ദൈവം അത്ഭുതങ്ങളിലൂടെ ഹല്ലേലൂയ ദൈവം നമ്മെ ഓരോ ദിവസം കാത്തു പരിപാലിക്കുക. എത്രയെത്ര അത്ഭുതങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്, എത്രയെത്ര നന്മകൾ ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. മറക്കാനാവാത്ത എന്തെങ്കിലും നിന്റെ ജീവിതത്തിൽ നിനക്കുണ്ടെങ്കിൽ അത് ദൈവം ചെയ്ത നന്മ മാത്രമേ ഉള്ളൂ. പ്രൈസലോ അല്ലേ? മനുഷ്യൻ ഭൂമി നിനക്ക് എന്തെല്ലാം ചെയ്താലും, മനുഷ്യൻ എന്തെല്ലാം അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചാലും അതെല്ലാം മറന്നുപോകും. മാത്രമല്ല അതെല്ലാം അല്പസമയം കഴിയുമ്പോൾ വിളിച്ചു പറയും. പ്രൈസലോ. എന്നാൽ ഒരിക്കൽ പോലും നിനക്ക് മറക്കാനാവാത്ത അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ ഓർമ്മയിൽ സൂക്ഷിക്കുവാനുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നിനക്ക് ചെയ്ത നന്മകളാ. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസനെ ഒന്ന് സ്തോത്രം പറയാമോ? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പെട്ടകത്തിനകത്ത് സുരക്ഷിതമായ സ്ഥാനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പെട്ടകത്തെ നീ സുരക്ഷിതമായ സ്ഥാനമായി കരുതണം. നോഹയുടെ കാലഘട്ടത്തിൽ ജനം പെട്ടകത്തെ മൃഗസംരക്ഷണ കേന്ദ്രമായിട്ട് കണ്ടു മാറി നിന്നെങ്കിൽ ഹല്ലേലൂയ നോഹയുടെ കുടുംബത്തിന് സങ്കേതമായി. എന്നാൽ ഈ കാലഘട്ടത്തിലും ദൈവസഭയും ദൈവമക്കളും പറയുന്ന സുവിശേഷവും അത് നിനക്ക് ആശ്വാസമാണ്, ആശ്രയമാണ്. നീ വിശ്വസിച്ച് മടങ്ങി വന്നാൽ, ഈ പെട്ടകത്തിലേക്ക് വന്നാൽ നിനക്കും സുരക്ഷിതമായിട്ട് നിത്യത്തിലെത്താം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തോട് ചേർന്ന് വസിക്കണം. പ്രൈസലോട്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തെ വചനം വായിക്കുമ്പോൾ ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു. അല്ലെങ്കിൽ കാറ്റടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വെള്ളം വറ്റുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അതാണ് ഇവിടെ കാണുന്നത്. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു.
ആഴിയുടെ ഉറവുകളും ആകാശത്തിൽ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തു നിന്നുള്ള മഴയിൽ നിന്നു. വെള്ളം ഇടവിടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. ഒരു കാറ്റടിപ്പിച്ചപ്പോഴത്തേന് എന്ത് ചെയ്തു? വെള്ളം നിന്നുപോയെന്ന് ലേരിയ. കാരണം ഇത്രമാത്രം ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ, ഇത്രമാത്രം ശക്തിയോടെ അല്ലെങ്കിൽ കരകവിഞ്ഞൊഴുകുന്ന മലകളെല്ലാം മൂടി കരയേതാ ഭൂമിയേതാ കുന്നേതാ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന ആ ഭൂമിയിൽ ഒരു കാറ്റടിച്ചു കഴിഞ്ഞപ്പോഴെന്ത് ചെയ്തു? ആ വെള്ളം നിലച്ചു. ആ വെള്ളം നിലച്ചിട്ട് എന്ത് ചെയ്തു? മഴയും നിന്നു, വെള്ളം ഇറങ്ങി തുടങ്ങി. രക്തജയം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, അന്നൊരു കാറ്റടിപ്പിച്ചപ്പോൾ മഴയും നിന്നു, വെള്ളം ഇറങ്ങിത്തുടങ്ങി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്റെ മേൽ നടിക്കാൻ, പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്റെ മേൽ നൂത്താൻ നീ ഒരു അവസരം കൊടുത്താൽ നീ നേരിടുന്ന പ്രതിസന്ധികളെല്ലാം നിനക്ക് അതിന് ജയിപ്പാൻ കഴിയും. അതെ, പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്റെ മേൽ ദൈവം ഊതുവാൻ ആഗ്രഹിക്കുമ്പോൾ നീ അതിനൊന്ന് തയ്യാറായി നിന്നു കൊടുക്കാമെങ്കിൽ, കേൾക്കുന്ന സുവിശേഷത്തിന് അനുസരിക്കാൻ തയ്യാറായാൽ ആ പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്റെ മേൽ വരുമ്പോൾ, ഹല്ലേലൂയ, എത്ര പ്രതിസന്ധി നിറഞ്ഞ പ്രശ്നങ്ങളായിരുന്നാലും അതിൽ നിനക്ക് മോക്ഷം പ്രാപിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതെ, ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വന്നു കഴിയും. പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് എരിഹോ മതില് പോലെ ഉയർന്നിരുന്നാലും, യോർദാൻ പോലെ കരകവിഞ്ഞൊഴുകുന്ന പ്രതിസന്ധിയുടെ നടുവിലാണെങ്കിൽ പോലും, ഹല്ലേലൂയ, അതിൽ നിനക്കൊരു മോചനമുണ്ടെന്ന് രക്താഞ്ജയം. ഹല്ലേലൂയ. അത് ഇവിടെ കാണുന്നത്, ഹല്ലേലൂയ, ദൈവം ഭൂമിയിൽ കാറ്റടിപ്പിച്ചെന്നുള്ള വായിക്കുന്നു. പുതിയ നിയമത്തിലും പരിശുദ്ധമാവുന്ന കാറ്റ് നിങ്ങളുടെ ഉള്ളത്തിന്മേൽ ആഴത്തിലേക്ക് വരുമ്പോൾ അത് വലിയ സമാധാനത്തെയും ആശ്വാസത്തെയും കൊണ്ടുവരും. ഹല്ലേലൂയ. അതെ, പുതിയ നിയമസഭയുടെ ദൈവാത്മാവ് പരിശുദ്ധമാവുന്ന കാറ്റ് നമ്മുടെ മേൽ ഊതിയാൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആശ്വാസവും സമാധാനവും സന്തോഷവും സ്നേഹം കൊണ്ട് നമ്മൾ അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, ആമേൻ. ദൈവം ഭൂമിയിൽ കാറ്റടിപ്പിച്ചപ്പോൾ ഭൂമിയിൽ ഉണ്ടായിരുന്ന ജലം അമർന്നു പോയതുപോലെ, ദൈവം കാറ്റടിച്ചപ്പം ഭൂമിയിലുണ്ടാകുന്ന ജലം അമർന്നു പോയതുപോലെ നിന്റെ മേൽ പരിശുദ്ധമാവാന്ന കാറ്റ് വീശിയാൽ, ഹല്ലേലൂയ, നിന്റെ മേൽ വ്യാപരിക്കുന്ന സകല ബന്ധനങ്ങളും അമർന്നു പോകും, തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാറ്റ് നിന്റെ മേൽ വരണം. പ്രൈസ്. ഏത് കാറ്റ്? പരിശുദ്ധമാവാന്ന കാറ്റ് നിന്റെ മേൽ വരണം. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ട് ശ്രോതാവേ, ഈ പകൽ ഈ പ്രഭാതത്തിൽ ആ പരിശുദ്ധമാവുന്ന കാറ്റിന്റെ മേൽ ഊതുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വന്ന് നിനക്കൊരു സമാധാനം സന്തോഷം തരുവാൻ, ഇപ്പോൾ നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾ എത്ര ഭയാനകമായിരുന്നാലും അതിൽ ദൈവം നിന്നെ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. രക്തജയം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കഷ്ടതയുടെ തീച്ചുളയുടെ നടുവിലൂടെ കടന്നു പോകുന്ന, ഭാരത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന, പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന, എതിർപ്പിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തികമായി കടക്കണിലൂടെ കടന്നു പോകുന്ന, കുടുംബ ജീവിതത്തിനകത്ത് പ്രതിസന്ധി വ്യാപരിച്ചു നിൽക്കുന്ന, കുടുംബ ജീവിതം തകർന്നു നിൽക്കുന്നവർ, അല്ലെങ്കിൽ മാരകമായ രോഗത്തിനെതിരുമായി വിവിധ പരിഹാസങ്ങൾക്ക്, ദുഃഖങ്ങൾക്ക്, നിന്ദകൾക്ക് അപമാനപാത്രമായി ജീവിക്കുന്നതിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില പുതിയ അനുഭവത്തെ തരാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതിന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ സാഹചര്യത്തെ മാറ്റാൻ ആഗ്രഹിക്കുക. ഒരു പുതിയ തുടക്കം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു പുതിയ ജീവിതം നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു പുതിയ നന്മ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിനക്ക് തരാൻ ആഗ്രഹിക്കുന്ന, എന്നെ കേൾക്കുന്ന മാതാവേ, ദൈവസന്നിധിക്ക് എന്ന് ഏൽപ്പിച്ചുകൊടു. എന്നെ കേൾക്കുന്ന സഹോദര, ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിനക്ക് ദൈവത്തോട് പറയാമോ, കർത്താവേ, പരിശുദ്ധാത്മാവ് വന്ന് കാറ്റെന്റെ പേര് നൂതനമേ. രക്തജയം. അതെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായി ദൂത് പറയുക. നീ ദൈവത്തിന് മുഴക്കാലം ഉണ്ടെങ്കിൽ ദൈവത്തോട് കർത്താവേ, ആ പരിശുദ്ധാത്മാവുന്ന കാറ്റെന്റെ പേര് ഊതണം കർത്താവേ. ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിലയില്ല കയത്തിൽ ഞാൻ മുങ്ങി താണുകൊണ്ടിരിക്കുക. ഏത് സമയത്തും മരണം എന്റെ ജീവിതത്തിൽ കടന്നു വരാം, ഏത് സമയത്തും മരണം എന്റെ ജീവനെ എടുക്കാം. എന്നാൽ അതിൽ നിന്ന് എനിക്കൊരു മോചനം അങ്ങയുടെ സന്നിധിയിലുണ്ട്. ഈ വചനത്തെ ഞാൻ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാവുന്ന കാറ്റെന്റെ പേര് വന്നു കഴിയാമെങ്കിൽ നിലയില്ല കയത്തിൽ മുങ്ങി താണുകൊണ്ടിരിക്കും, മരണത്തിലേക്ക് വെക്കൊണ്ടിരിക്കുക എന്നെ ഉയർന്ന പർവ്വതത്തിൽ ഉറപ്പിക്കുവാൻ അങ്ങേക്ക് കഴിയും. അതെ, മഴ നീണ്ടു കഴിഞ്ഞ് കാറ്റ് ഊതിക്കഴിഞ്ഞ് വെള്ളം നിലച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നലിയ നോഹയുടെ പെട്ടകം അരാരാത്ത പർവ്വതത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. അതെ, ദൈവത്തിന് സ്തോത്രം. അതെ, നിന്നെ അല്ലെങ്കിൽ പർവ്വതത്തിൽ ഉറപ്പിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട് കേട്ടോ.
നിന്റെ അല്ലെങ്കിൽ താഴ്ച ദൈവം നിന്നെ ഉയർത്തി, നിന്റെ കെണിയിൽ ദൈവം നിന്നെ ഉയർത്തി, നിന്റെ പ്രതികൂലത്തിൽ ദൈവം നിന്നെ ഉയർത്തി. നോഹയുടെ പെട്ടകത്തെ അരാരത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിച്ചതുപോലെ ദൈവം നിന്നെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവം നിനക്ക് ഒരു അവസരം തരുമ്പോൾ ഇന്ന് പകരം അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാകുന്നെങ്കിൽ രക്തം ചെയ്യും. പ്രൈസലോ. അതേ സ്നേഹിത, അവിടെ എന്താണ് നമ്മൾ വായിക്കുന്നത്? ജലം അമർന്നു, കാറ്റടിപ്പിക്കുന്നത് ജലം മുഴുവൻ താണുപോയി, നിലച്ചുപോയി. ജലത്തിന്റെ നിലച്ച അനുഭവങ്ങൾ അല്ലേ? അത് പരിശുദ്ധമാവുന്ന കാറ്റ് നിന്നെ വേണ്ടി വന്നു കഴിയുമ്പോൾ എല്ലാ പ്രതിസന്ധിയും നിലച്ചു പോകുന്നു, എല്ലാ പ്രതിസന്ധിയും നിന്നു പോകുന്നു അല്ലേ? നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പരിശോധിച്ച് നോക്കുക. ഞാൻ ഈ ദൈവജനം പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ കടന്നു വന്ന് വിശ്വസിച്ച് കർത്താവിനോട് പറ, കർത്താവ് അന്ന് കാറ്റടിച്ചപ്പോൾ ജലം വെള്ളം നിലച്ചു പോയതുപോലെ ആ പരിശുദ്ധമാവുന്ന കാറ്റ് എന്റെ പേര് നൂറി ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധികളുടെ നടിൽ നിന്ന് വിടിവിക്കണമേ. ആ പ്രതിസന്ധി നിലച്ച് ആ വെള്ളം നിലയ്ക്കണമെന്ന് നീ ദൈവത്തോട് പറഞ്ഞത് അങ്ങനെ സംഭവിക്കും. പ്രൈസലോ അല്ലേറിയ. അതുകൊണ്ട് വിശ്വാസത്താൽ ദൈവത്തിലേക്ക് കടന്നു പോവാ അല്ലേറിയ. പലരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട്, സമാധാനം പ്രാപിക്കാൻ വേണ്ടിയിട്ട് പല വഴികളും വാതിലുകളും പല മേഖലകളിലൂടെ പോവുകയാണ്. കുറുക്കു വഴിയിലൂടെ രക്ഷപ്പെടാനാണ് പലരും ആഗ്രഹിക്കുന്നത്. സ്തോത്രം അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നോഹയുടെ കുടുംബവും പെട്ടകത്തിനുള്ളിലാ അല്ലേലിയ. ദൈവം കൽപ്പിച്ചതനുസരിച്ച് സകല മൃഗജാതികളും എല്ലാം 7 വീതം അതിനകത്തുണ്ട്. മഴ പെയ്തു തുടങ്ങി, വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുക. പെട്ടകം വെള്ളത്തിന് വരെ പൊങ്ങി ഉയർന്നുകൊണ്ടിരിക്കുക. പെട്ടകം ഒഴുകി തുടങ്ങി, ഇങ്ങനെ ഒരു ലക്ഷ്യമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുക പെട്ടകം അല്ലേറിയ. ഒരു ലക്ഷ്യവുമില്ലാതെ പെട്ടകം ഒഴുകുന്നുണ്ടെങ്കിലും ദൈവത്തിനൊരു ലക്ഷ്യമുണ്ട് അല്ലേറിയ. അകത്തിരിക്കുന്ന നോഹയുടെ കുടുംബത്തിനും മൃഗങ്ങൾക്കും പുറത്തെന്ത് നടക്കുന്നു എന്ന് അറിയില്ലെങ്കിലും അല്ലേറിയ, പുറമെ നടക്കുന്നതെല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അല്ലേറിയ. അത് ദൈവത്തിന് ലക്ഷ്യമുണ്ട്. ദൈവ ലക്ഷ്യസ്ഥാനത്ത് നോഹയുടെ കുടുംബത്തെ എത്തിച്ചതുപോലെ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദൈവത്തിന് നിന്നെക്കുറിച്ച് ലക്ഷ്യമുണ്ട്. ആ ദൈവത്തിന് നിന്നെക്കുറിച്ച് ലക്ഷ്യമുള്ളത് കൊണ്ട് നീ ദൈവത്തിന് ഉറപ്പോടെ നിന്ന് കൊടുക്കുന്നെങ്കിൽ നിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പാൻ ദൈവത്തിന് കഴിയും. എത്താൻ ചെയ്യും. അപ്പം നോഹയും കുടുംബത്തെയും വരാനകത്ത് പുറത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ച ദൈവം ഇന്ന് പകൽ നിന്നോട് പറയുന്ന ദൂത, നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ സകല പ്രതിസന്ധികളെ മാറ്റുവാൻ, നിന്റെ കടക്കണികളെ മാറ്റുവാൻ, നിന്റെ രോഗത്തെ മാറ്റുവാൻ, നിന്റെ ബന്ധനത്തെ മാറ്റുവാൻ, ശാപത്തെ മാറ്റുവാൻ, നീ കടന്നു പോകുന്ന പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിന്റെ പാർവ്വതത്തിൽ ഉറപ്പിച്ചു ലക്ഷ്യസ്ഥാനത്ത് ഉറപ്പിക്കും ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഒരുപക്ഷെ ഞെരുക്കമായിരിക്കും, നിനക്ക് സങ്കടങ്ങളായിരിക്കാം, ദുഃഖങ്ങളായിരിക്കാം, എന്തുമാകട്ടെ, ഏതുമായിരുന്നാലും അതിന്റെ നടുവിൽ ഒരു അത്ഭുതം ചെയ്യുന്ന യേശുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഭൂമിയിൽ മഴ പെയ്യിപ്പിക്കുവാനും ഭൂമിയിൽ വെള്ളം പൊങ്ങുവാനും ജലപ്രളയം ഉണ്ടാക്കാനും മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി, ആ വെള്ളത്തെ നിർത്തുവാനും ദൈവത്തിന് അറിയാം. ആ പെട്ടകത്തിനകത്ത് യാത്ര ചെയ്ത് നോഹയുടെ കുടുംബത്തെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാനും ദൈവത്തിന് അറിയാം. അതെ, ഈ ലോകമാകുന്ന ഈ പ്രളയത്തിനകത്ത്, ഈ ദുരിതത്തിനകത്ത്, ഈ ലോകം എന്ന് പറഞ്ഞ ഒരു പ്രളയ സമാനമായ അനുഭവമാണ് അല്ലേലിയ. ഈ പ്രളയ സമാനമായ ഈ ലോകത്തിനകത്ത് നീ യാത്ര ചെയ്യുമ്പോൾ അല്ലേലിയ, അതിൽ നിനക്ക് നിലയിലക്കയത്ത് നീ മുങ്ങുന്ന പോലെ മുങ്ങി താഴുന്ന ഈ അവസ്ഥയിൽ നിന്നെ ഉറപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്നതിന്റെ കാരണം രക്തം ചെയ്യും അല്ലേലിയ. ഈ വചനമൊക്കെ പറയുമ്പോൾ ഞാൻ പല പ്രതിസന്ധികളുടെ നടിയിലൂടെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട് അല്ലേലിയ. പല പ്രതികൂലങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നാലൊക്കെ ദൈവത്തോട് പറയും, കർത്താവേ, അങ്ങ് നോഹയും കുടുംബത്തെ ഓർത്ത് അല്ലേലിയ, അങ്ങ് ഭൂമിയിൽ പെയ്യിപ്പിച്ച മഴയെ നിലച്ച വെള്ളം നിലയ്ക്കത്തക്ക നിലയിൽ അങ്ങ് ഒരു കാറ്റടിപ്പിച്ചതുപോലെ കർത്താവ് എന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റൊന്ന് അടിപ്പിക്കണമെന്ന് ഞാൻ പലപ്പോഴും ദൈവത്തോട് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനെല്ലാം മറുപടി കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അതെ, ആത്മാവിലെ കാറ്റ് നമ്മുടെ മേൽ ഊതിയാൽ, ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ആ കാറ്റ് ഇറങ്ങി ചെന്നാൽ ഹല്ലേലൂയ, അതെ, നിന്റെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരും. ഹോശേയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹൂദേ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുമെന്ന് ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നവരെ, അത് നിന്റെ സ്ഥിതിയെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. അത് തകർന്ന് കിടക്കുന്നതിന്റെ സ്ഥിതിയെ ഹല്ലേലൂയ, നാശമായി കിടക്കുന്ന ജീവിത സാഹചര്യത്തെ
ആമി ഉയരുവാൻ കഴിയാതെ കിടക്കുന്നതിന്റെ പ്രതികൂല സാഹചര്യത്തിൽ ദൈവത്തിനെ കൈപിടിച്ചുയർത്തുവാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നെങ്കിൽ രാമൻ പറഞ്ഞാട്ട് ആമി സ്തോത്രം. ഒരുപക്ഷെ നിന്റെ പേഴ്സ് കാര്യമായിരിക്കാം, ₹1 പോലും നിന്റെ കയ്യിൽ കാണത്തില്ല. രാവിലെ നേരെ പ്രഭാതം വരുമ്പോൾ നിനക്ക് പല ആവശ്യങ്ങൾ കാണാം, നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ കാണാം, നിന്റെ ജീവിതത്തിന്റെ വ്യക്തിപരമായ ആവശ്യം കാണാം. അങ്ങനെ വിവിധ ഭാരങ്ങൾ തന്നെ നീ ആയിരിക്കുകയാണോ? ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന ദൂത്, ആമേ അവർ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, അത് നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിലൊക്കെ കാറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ, ആമേ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് ഈ കാറ്റ്, ഹല്ലേലൂയ, നമ്മുടെ മേൽ ഊതണം. അല്ലേ, ഈ കാറ്റ് ഊതിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. എന്തോ യെഹെസ്കേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ മേൽ ഈ കാറ്റൊന്ന് വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഈ അസ്ഥികളെല്ലാം വലിയ ജീവൻ പ്രാപിച്ചെന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറഞ്ഞ യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 1 തൊട്ട് താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ എന്റെ ഭാഗത്തിലേക്ക് ഭാഗം നമുക്കറിയാം, 1-2 ഭാഗം മാത്രം പറയാനാകില്ല. യെഹെസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം എന്റെ 9-10 വാക്യങ്ങൾ വായിക്കും. ഇങ്ങനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കുക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി തീർന്നുവെന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം സ്തോത്രം. അപ്പം പഴയ നിയമത്തിൽ അല്ലെങ്കിൽ പ്രളയത്തിന്മേൽ ദൈവം ഒരു കാറ്റടിപ്പിച്ചപ്പം വെള്ളം നിലച്ചു എന്ന ഹല്ലേലൂയ കാണുന്നത്. ഇവിടെ യെഹെസ്കേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങൾ. ഹല്ലേലൂയ. താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥിക്കൂട്ടങ്ങളുടെ നടുവിലേക്ക് യെഹെസ്കേലിനെ ദൈവം കൊണ്ടുപോയിട്ട് ആ താഴ്വരയിൽ അസ്ഥിക്കൂട്ടത്തിനടിയിൽ ചുറ്റി നടക്കുമാറാക്കി. ഹല്ലേലൂയ. എന്നിട്ട് യെഹെസ്കേൽ, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. യെഹെസ്കേൽ, നിനക്കറിയാം കർത്താവേ. ഹല്ലേലൂയ. അങ്ങനെ യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞനുസരിച്ച് പ്രവചിച്ചു കഴിയുമ്പോൾ അസ്ഥിയോട് മാസത്തോട് ദുഃഖരോട് വന്ന് ചേർന്നു. പക്ഷെ ജീവനില്ല. എല്ലാം വന്ന് ചേർന്നു. ഹല്ലേലൂയ. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം, അസ്ഥിയോട് വന്ന് ചേർന്നു. ഹല്ലേലൂയ. എല്ലാം വന്ന് ചേർന്നു. പക്ഷെ അത് ജീവനില്ല. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ കാറ്റിനോട് പ്രവചിക്കാൻ. അങ്ങനെ കാറ്റിനോട് പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അല്ലെങ്കിൽ ആ ശ്വാസം വന്ന ആ അസ്ഥികളുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതെല്ലാം ജീവൻ പ്രാപിച്ചു എന്നാ ഒരു വലിയ സൈന്യമായി മാറി. അത് ഇന്ന് പകൽ ഞാൻ പറയുന്നതിന്റെ കാര്യം സാരം, ഈ പരിശുദ്ധാത്മാവെന്ന കാറ്റിന്റെ മേൽ ഊതിയാൽ, ഹല്ലേലൂയ, ഈ കാറ്റ് നിന്റെ മേൽ ഊതിയാൽ, ഈ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വന്നാൽ ഉണങ്ങിയ അസ്ഥികൾ വലിയ സൈന്യമായി മാറിയതുപോലെ, ശ്വാസം വെച്ച് ജീവൻ വെച്ച്, ശ്വാസം വന്ന് ജീവൻ വെച്ച് വലിയ സൈന്യമായി മാറിയതുപോലെ, അത് നിന്റെ സകല പ്രശ്നങ്ങളും മാറുമെന്ന് രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഒരു അവസരം കർത്താവ് തരിക കേട്ടോ. ഒരു അവസരം ദൈവം നിനക്ക് തരിക. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് മദ്യപാനത്തിനടിമയാണോ? നിന്റെ മക്കൾ മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയാണോ? നിന്റെ മക്കൾ അശ്ലീലമായ ജീവിതത്തിന് അടിമയാണോ? നിന്റെ മക്കൾ നിന്നെ അനുസരിക്കാത്ത അനുഭവമാണോ? നിന്റെ മക്കൾ നിന്റെ കൈവിട്ട് കളഞ്ഞ അനുഭവമാണോ? നിന്റെ ജീവിതം തകർന്ന അനുഭവമാണോ? സമ്പത്തുകൾ മുഴുവൻ തകർന്ന അനുഭവമാണോ? കടക്കരയാൽ നീ ഭാരപ്പെടുകയാണോ? നാശനഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിന് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. മഹാവ്യാധിയാൽ നീ ഭാരപ്പെടുകയാണോ? അത് ഏതുമാകട്ടെ, ഏത് പ്രശ്നമായിരുന്നാലും, ഹല്ലേലൂയ, ഈ ആത്മാവിന്റെ കാറ്റ് നിന്റെ മേൽ വന്നാൽ, ഹല്ലേലൂയ, അതിൽ നിനക്കൊരു മോചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളോട് പറഞ്ഞു, ഞാൻ 2 ദിവസമായിട്ട് വളരെ നട്ടുവിൽ ഭയങ്കര വേദന. എഴുന്നേക്കാനും പറ്റത്തില്ല, നിൽക്കാനും പറ്റത്തില്ല, കിടക്കാനും പറ്റത്തില്ല, പണിയെടുക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാതെ വളരെ ഭാരപ്പെടുകയാണ്. 2-3 ദിവസം വളരെ ഭാരപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, സൗഖ്യമാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ. ലോകത്തിൽ അനവധി ഡോക്ടർമാരും വൈദ്യന്മാരും ഒക്കെ ഉണ്ടെങ്കിലും, മരുന്നുകളുണ്ടെങ്കിലും അതിനെല്ലാം ഒരു പരിമിതികളുണ്ട്. പക്ഷേ അങ്ങന്റെ ദേഹത്ത് ഒന്ന് സ്പർശിച്ചാൽ എൻ്റെ നടുവിൻ്റെ വേദനകളെല്ലാം മാറി എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വാസത്തിൽ പറഞ്ഞു ദൈവത്തോട്. ആ പരിശുദ്ധാത്മാവിന്റെ കാറ്റിന്റെ മേൽ ഊതുവാൻ ഞാൻ ദൈവത്തോട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചില നിമിഷങ്ങൾക്കുള്ളിൽ എൻ്റെ നടുവിൻ്റെ വേദനയ്ക്കൊന്നും മാറി സൗഖ്യമായി എനിക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയും. ചില സാഹചര്യങ്ങൾക്കകത്ത് നീ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ദൈവം നിന്നെ ഒന്ന് പിടിവയ്ക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവെന്ന കാറ്റ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അത് സൗഖ്യം വരെ സംഭവിക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവുന്ന പരിശുദ്ധാത്മാവുന്ന കാറ്റ് നിന്റെ മേൽ ഊതിയാൽ ഒരു സൗഖ്യം വരെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും.
അല്ലേരിയ എന്ന് പറഞ്ഞ ഓർത്തേക്ക് ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ആമി സ്വോത്രം വലിയ ഇസ്രായേലിനും പാർക്കുന്ന കൂടാരത്തിന് ചുറ്റും കാടപ്പക്ഷികൾ വന്ന് നിരന്നത് പോലെ. അല്ലേരിയ കാറ്റടിപ്പിച്ച് വെച്ചത് കാടപ്പക്ഷികളെ കൊണ്ട് ഇസ്രായേലും പാർക്കുന്ന പാളയത്തിന് കൂടാതെ പാടപ്പക്ഷികളെ കൊണ്ട് നിറഞ്ഞത്. അല്ലേരിയ അത് നിന്റെ ഒരു കാറ്റ് ദൈവം അടുപ്പിച്ചാൽ, അല്ലേരിയ ആത്മാവിന്റെ കാറ്റിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ആവശ്യങ്ങൾ മുഴുവൻ അവിടെ സാധിക്കപ്പെടുമെന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് എന്റെ പകൽ ഈ വചനം കേട്ടുകൊണ്ട് മാതാപിതാവ് ഉദ്ധരിപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ദൈവം നോക്കിയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അല്ലേരി അതെ, ദൈവം ഓർക്കുന്നവനാ, അമ്മ ഓർക്കുന്നവനാ, നിന്നെ മറന്നു കളയാത്തവനാ, നിന്നെ അനാഥനായി വിടാത്തവനാ, നിന്നെ കണ്ണുനീര് കാണുന്നവനാ, മാർത്തിയുടെയും മറിയുടെ കണ്ണുനീര് കണ്ടവനവൻ. അല്ലേരിയ അവരോടുകൂടെ കണ്ണുനീര് വാർത്തവനാ. മരിച്ചുപോയ ലാസറിനെ, നാറ്റം വെച്ച ലാസറിനെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിയുന്നവനാ. അതെ, അവൻ നിന്റെ ജീവിതത്തിലെ അകത്തെ നിർജ്ജമായ എല്ലാ അവസ്ഥയും മാറ്റിയിട്ട് ഒരു പുതിയതിനെ ദൈവം തരാൻ ആഗ്രഹിക്കുക. വിശ്വാസത്തോടു കൂടി നീ ലോഹപ്പെട്ടകം പണിതപോലെ നീ വിശ്വാസത്തോടെ ഈ ദൈവവചനത്തിലേക്ക് വിശ്വാസത്തോടെ കടന്നു വന്ന് ഹൃദയം കൊണ്ട് യേശുവിനെ സ്വീകരിച്ച് നീ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അത് ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. വിശ്വസിക്കാനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം യേശുവിന്റെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ ശൈശവത്തിനും ബാല്യത്തിനും കൗമാര യൗവനത്തിനും വാർത്തയ്ക്കും നിരാരും വൃത്തരും യാചകർ, ഓർഫണേജ്, ഓർഡറിയോ തടവറയിലായിരിക്കുന്ന സകല ജനത്തിനുമായി വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, വരിക രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തിന് അധികാരികൾ, കർത്താവിയുടെ കരസേന, വ്യോമസേന, നാവികസേനത്തെ അതിർത്തിയിൽ കാക്കുന്ന BSGRP അടക്കമുള്ള ക്രമസമാധാന പാലക, നിയമനിർമ്മാണ രംഗത്ത് രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ വിഭാഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഹകരണമേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്കിങ് മേഖലയായിരിക്കുന്ന എല്ലാ കേന്ദ്ര സംസ്ഥാന എല്ലാ രാജ്യരാഷ്ട്ര തലവന്മാർ, അധികാരികളും ജനത്തെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് സ്തോത്രം. എല്ലാവരെയും മധ്യത്തിലും മൈക്കൂരിനും പാൻസിലെ രേഖയ്ക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, ഭാവി സകല അശ്ലീലമായ ചൂതാട്ടത്തിൽ അകപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനേക തലമുറ നഷ്ടപ്പെടുന്ന ലഹരിക്ക് അടിവുകളായി മാറുന്നു. കർത്താവേ, അവരെ ദൈവമേ വിടുവിക്കണമേ. മദ്യരോഗികളെ, മയക്കുമരുന്ന് രോഗികളെ, കുട്ടികളെ, കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ നീക്കം ചെയ്യുവാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. കടലൂടെ വാസികളെ, അല്ലൂരിയ തീരദേശവാസികളെ, കടൽ സമുദ്രത്തെ ആഴത്തിൽ മത്സ്യബന്ധനെ കടന്നു പോയിരിക്കുന്നവർ, അല്ലേ സ്വന്തം ഖനികളിലും കമ്പ്യൂട്ടർ ഫാക്ടറി ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ വെക്കാനും മോട്ടോർ യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായ എല്ലാ ടാക്സി സർവീസിനെയും കരയിലും കടലും ആകാശമാർഗം വാഹനമുടി വാഹന യാത്ര സെയിൽസ് ചെയ്യുന്നവർ, കർത്താവി വലുത് ചെറുതായ എല്ലാ കർത്താവ് വ്യാപാരി, വ്യവസായ, ക്ഷീര മേഖലയും കാർഷിക മേഖലയിലും വഴിയോര കച്ചവടക്കാരെയും എല്ലാ കനികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, പാടത്തും പറമ്പിലും കൂടിയിലും കല്ലിലൂടും മണ്ണിനോടും പണിയെടുക്കുന്ന, മരത്തിനോട് പണിയെടുക്കുന്ന, വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രിയപ്പെടും വിദേശരും വളരെ കഷ്ടം സഹിക്കുന്നവർ, കഷ്ടം വേദന അനുഭവിക്കുന്നവർ, നാട്ടിലേക്ക് കടന്നു സാലറി കിട്ടാതെ മാനപ്പെടുന്നവർ, വിസ പുതുക്കി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർ, വിദേശരാജ്യം വിവിധ ക്രിമിനൽ കേസ് അകപ്പെട്ട് കിടക്കും, വിദേശരാജ്യം പീഡനം സംഭവിച്ചവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാരകമായ രോഗത്തിൽ കിടക്കണിയാൽ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ജനക്കത്തിൽ കടന്നു പോകുന്നവർ, അല്ലേലൂയ സ്വന്തം കർത്താവ് ജനത്തെ വിടിവിക്കണമേ. സകല സന്മാർഗമായി ശൂരം വിട്ട് കർത്താവ് പരിശുദ്ധമാവുന്ന കാറ്റ് ഈ ജനത്തിന്മേൽ മൂതുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ ജനം വിടിവിക്കപ്പെട്ട തലമുറയിലാണ് പാരപ്പെടുന്നവർ, വിവാഹജീവിതം തകർന്നു, കുടുംബജീവിതം തകർന്നു, വിവാഹത്തിന്റെ ആഗ്രഹിക്കുന്നവർ, അല്ലേലൂയ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ജനത്തിന് വിടുതൽ ആശ്വാസം കൊടുക്കണമേ. അല്ലേലൂയ ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്ന അനവധി ആളുകൾ, തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ദൈവം മാനസാന്തരം കൊടുക്കണമേ. നിരീശ്വരവാദ യുക്തിവാദികൾ ദൈവമില്ല എന്ന് പറയുന്ന സകല ജനങ്ങളും മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് അല്ലേലൂയ ഭാവി ജനം രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിപ്പാട്ടയാകണമേ. രക്ഷയുടെ വാതിലോർക്കടി തുറന്നു വെച്ചിരിക്കുമ്പോൾ നോഹയുടെ കാലഘട്ടത്തിൽ കർത്താവ് ജനം ദൈവത്തിന്റെ വാക്കിന്റെ നോഹയുടെ വാക്കുകളെ തിരസ്കരിക്കും. പിന്നത്തേത് പ്രളയത്തിൽ ന്യായവിധിയിലേക്ക് പോയതുപോലെ ഈ ജന ന്യായവിധിയിലേക്ക് പോകാതെ മടങ്ങി വന്ന് മാനസാന്തരപ്പെടാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ഭൂമിയിൽ എല്ലാവരും കർത്താവിന്റെ ദാസ്യദാസങ്ങൾ വേല ചെയ്യുന്നവരില്ലെന്ന് സൂക്ഷിക്കും, വരുവാന്റെ തലമുറയെ സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് തലമുറകളെ വിടിവിക്കണമേ. പാപത്തിൽ, ശാപത്തിൽ, മയക്കും ലഹരിയിൽ വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെ പേര് നീതി വെളിപ്പെടുത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.